അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ, യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകും. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ ദൈവമേ, ഒരു പുതിയ ആഴ്ചവട്ടത്തിൽ പ്രവേശിക്കുന്നതിനും വിശുദ്ധ ദിവസത്തിൽ ദൈവാലയത്തിൽ വന്ന് അങ്ങേ സ്തുതിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന സുവർണ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ മഹാദുരിതം മാറാതെ നിൽക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിക്കുവാൻ ഞങ്ങളെ തുണച്ചല്ലോ. ദൈവാലയം തുറന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് അങ്ങേ ആരാധിക്കുവാൻ വിലക്കുകളുണ്ടെങ്കിലും ഞങ്ങളെ അവിടുന്ന് തുണച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയിൽ അങ്ങ് സന്നിഹിതനാകണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധന അങ്ങ് സ്വീകരിക്കണമേ. വിശേഷിച്ച് CSI രൂപീകൃതമായി 174 വർഷങ്ങൾ തികയുമ്പോൾ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദിയോടും സ്തോത്രത്തോടും കൂടെ അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 74 വർഷങ്ങളിൽ നടത്തിയ ദൈവത്തിൻ്റെ വലിയ കരുണയും കൃപയും അനുഭവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടെ തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതിനും കർത്താവെ ഐക്യത്തിൻ്റെ സാക്ഷികളാകുന്നതിനും ഞങ്ങളെ ഒരുക്കണമേ. വിശേഷിച്ച് ഞങ്ങളുടെ ഇടവകയിലെ മുതിർന്ന അങ്ങയുടെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഈ ദിവസം അവരുടെ ക്ഷേമത്തിനും ആരോഗ്യത്തിനും അവരുടെ നന്മയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ഈ ആരാധനയ്ക്കായി സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആരാധന അങ്ങ് കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നത് കേൾക്കണമേ. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 26ാമത്തെ ഗീതം, സ്തോത്രം സ്തോത്രം പുണ്യമഹേശ്വരൻ സ്തോത്രം, വാനസേന ഇൻപമായി പാടവേ, പാരിന്മേലും നാമസങ്കീർത്തനം പാടാൻ വന്നിടുവിൻ മർത്യരെല്ലാരുമേ. ഗീതം 26. Oh
ത്രിയേകനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. സ്തുതി ലിത്താനികൾ 2-ാം ഭാഗം ആരാധനക്രമത്തിൽ 4-ാമത്തെ പുറം. സ്തുതി ലിത്താനികൾ 2-ാം ഭാഗം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകും, ഞാൻ ആര് ഭയപ്പെടും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനെന്ത് പകരം കൊടുക്കും? ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്നെ നിലവുകളെ അറിയണമേ. നമുക്കൊരുമിച്ച് ചൊല്ലാം. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിഞ്ഞ സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് വിശുദ്ധ തിരുവചനവും വിശുദ്ധ സാക്രമന്തുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണങ്ങു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകും. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെക്കുറിച്ച് ഉണരുകയും ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്നവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാൽ അതിനെ വെണ്മയാക്കുന്ന നമ്മുടെ യേശു നമ്മുടെ രക്ഷകനായി നമുക്കുണ്ട്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ആത്മാർത്ഥമായി ഏറ്റുപറയുമോ? കർത്താവ് നമുക്ക് നൽകിയ അവസരങ്ങൾ, സമയം, ഇതെല്ലാം നാം എത്ര അലംഭാവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എത്രത്തോളം ദൈവസന്നിധിയിൽ യോഗ്യമായിരുന്നു എന്നും നമുക്ക് പരിശോധിക്കാം. തിരുവചനം പറയുന്നത് പ്രകാരമാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നു അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും അവിടുത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞുവെന്നാണ്. ആത്മാർത്ഥമായി അനുദപിച്ച് നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം. സഹായകരമായി ആരാധനക്രമം 12-ാം പുറത്ത് കൊടുത്തിരിക്കുന്നു. അനുതാപത്തിൻ്റെ ലിത്താൻ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രതിവാക്യമായി ചൊല്ലാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തൻ്റെ രക്ഷ നൽകുന്നതിനെപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനായുള്ളവേ, അടിയാരുടെ അഭയാചരണങ്ങൾ ചെയ്തുകൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറുങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലം രമ്യവുമായി ചിന്തിക്കുന്നതിന് തടസ്സമായി
ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകും, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തു പോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യപാപങ്ങൾക്കായി, മനഃപൂർവ്വ കുറ്റങ്ങൾക്കായി ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പ്രേരണയാൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകൾ ഓർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനവും ഉണ്ടാക്കുന്നതിന് ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന ന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയെ അല്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങൾ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടെ അങ്ങയെ സമീപിക്കുന്നു. നമുക്കൊരുമിച്ച് ചൊല്ലാം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണം. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ ഞങ്ങൾ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങൾ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കായും സ്തോത്രമർപ്പിക്കാം. നമുക്ക് നൽകിയ ആരോഗ്യം, സന്തോഷം, സംരക്ഷണം, ഓരോന്നും ചെയ്യുവാനുള്ള വഴികാട്ടിയായി കർത്താവ് കൊണ്ടേ എല്ലാറ്റിനും നന്ദി അർപ്പിക്കാം. നാം ഇതൊന്നിനും അർഹരല്ല. ദൈവത്തിൻ്റെ കരുണയും കൃപയും കൊണ്ട് മാത്രമാണ് നാം ഇതിന് യോഗ്യരായി തീരുന്നതെന്നോർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. പൊതുവായ സ്തോത്രം 14 പുറം ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ യോഗദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങൾ കർത്താവായ യേശു മിശിഹായെ ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലപിച്ചുള്ളാത്ത സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തും. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടത് അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളിലൊക്കെ വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുൻപാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകലകരണങ്ങളെ കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇരിക്കാം. തിരുവചനം വായിച്ചു കേൾക്കുന്നതിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. 170 ഗീതം നമുക്ക് എഴുന്നേറ്റൊന്ന് പാടാം. തുടർന്ന് സങ്കീർത്തന പാടും. അതിനുശേഷം 10 കൽപ്പനകൾ, അതിനെ തുടർന്ന് ഇന്നേക്കുള്ള പാഠഭാഗങ്ങളും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവർ വായിച്ചു കേൾപ്പിക്കും. 170 ഗീതം.
വീട്ടിലെന്നേശു ആ സ്നേഹമാ വിളിക്കുന്നു വിളിക്കുന്നു. സ്നേഹത്തിൻ ശോഭയെ വിട്ടെന്തിനാ നീ ദൂരെ പോയിടുന്നു. നീ ഇങ്ങുവാ സ്നേഹമായി വിളിക്കുന്നു ഇന്നുവാ. ക്ഷീണിച്ചവർക്ക് ശക്തി നൽകാൻ വിളിക്കുന്നു വിളിക്കുന്നു. പാപഭാരം കൊണ്ടു നീ വരിക, പാട്ടുകയില്ല നിന്നെ. നീ കാത്തു നിൽക്കുന്നേശു നീങ്ങുവാ, നിന്നെ കാത്തു നിൽക്കുന്നു. പാപങ്ങളോടുള്ള താമസിച്ചിടരുതേ. നീ യേശുവിൻ സ്നേഹശബ്ദം കേൾക്കുക നീ കേൾക്കുക നീ. വിശ്വസിക്കുന്നവർക്കാനന്ദവും കിട്ടും വന്നിടുക നീ. നീ വാ വായിക്കാനായി നൽകിയിരിക്കുന്ന സങ്കീർത്തന വേദഭാഗം സങ്കീർത്തനങ്ങൾ 92-ാം അധ്യായം വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 92 വാക്യപ്രതി വാക്യമായി വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതമായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവർത്തികൾ എത്ര വലിയതാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ട് എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവൾ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ചേർന്ന് വായിക്കാം. യഹോവ നേരുള്ളവൻ, അവൻ കാണിക്കേണ്ടതിന് തന്നെ. പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും
20-ാം പുറത്തിൽ കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്ത് പറഞ്ഞു: യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, എന്നെ മുൻപാകെ എൻ്റെ ദൈവം നിനക്കുണ്ടായിരിക്കുക. നിനക്കായി ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുകെങ്കിലും അതിനെ സേവിക്കെങ്കിലും അരുത്. നീ നിന്റെ ദൈവമാക്കിയുടെ നാമം വൃഥായി എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ചതിന് വേലയ്ക്കും ചെയ്യുക. എന്നാൽ ശബത്തിൽ ശുദ്ധിപ്പനോ നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. കർത്താവായ യേശു തൻ്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാണ്. രണ്ടാമത്തേത് കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളുടെ കൃപയുണ്ടായി ഈ കൽപ്പന അനുസരിക്കാൻ സഹായിക്കണമേ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠഭാഗങ്ങളെ വായിച്ചു കേൾക്കാം. വായിക്കുവാനായി തന്നിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 17-ാം അധ്യായം 1 മുതൽ 8 വരെ. ഉൽപ്പത്തി 17-ാം അധ്യായം 1 മുതൽ 8 വരെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്: ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു. നീ എൻ്റെ മുമ്പാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും. നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാം സാഷ്ടാംഗം വീണു. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ: എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ചു അനേക ജാതികളാക്കും. നിന്നിൽ നിന്നു രാജാക്കന്മാരും ഉത്ഭവിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കാനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫിലമോൻ എഴുതിയ ലേഖനം 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ യുക്തമായി നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സിനും ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം അപേക്ഷിക്കുക എത്രയും ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവന് നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ നിമിത്തം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേർവിട്ടു പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസനുമെതിരെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ എങ്കിൽ നിനക്ക് ജനസംബന്ധമായും കർത്തൃസംബന്ധമായും എത്ര അധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്ത് കൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ട് കൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യിൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാവുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. സുവിശേഷ ഭാഗത്തു നിന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേ കടിച്ചുകിടുന്ന ചെന്നായ്ക്കളാകുന്നു. അവയുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുണ്ടുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയുടെ ദൈവമേ, പ്രഭാതത്തിൽ അവിടുത്തെ അചഞ്ചലമായ സ്നേഹത്തെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയെയും പ്രഖ്യാപിച്ചിട്ടുള്ളവനെ, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ഞങ്ങളെ നടുകയും ക്രിസ്തയേശുവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കുകയും നീതിയാൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് ജീവങ്കിലേക്ക് നയിക്കുന്ന വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്തുതിയുടെ ഉല്ലാസഘോഷങ്ങളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾ പന പോലെ തഴച്ചു വരികയും ഞങ്ങളുടെ സഹോദരങ്ങൾക്കും അയൽക്കാർക്കും പ്രയോജനമുള്ളവരായി തീർന്ന് വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമല്ലോ. ഏകദൈവമായി അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടി ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ക്രിസ്തു വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. ഇരിക്കാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആസ്പദമായി സങ്കീർത്തനങ്ങൾ 92-ന്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കുന്നു. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും.
തലകുത്തി മറിയുന്ന 3 വൃദ്ധന്മാർ. ഇക്കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ച പതിപ്പ് 28-ാം ലക്കത്തിൽ പ്രസിദ്ധ കഥാകൃത്ത് ശ്രീ അശോകൻ ചരുവിൽ എഴുതിയ ഒരു കഥയുടെ തലക്കെട്ടാണ് ഞാൻ മേൽ പ്രസ്താവിച്ചത്. തലകുത്തി മറിയുന്ന 3 വൃദ്ധന്മാർ. ലോക്ക്ഡൗൺ കാലത്തെ കഠിനമായ വിലക്കുകളൊക്കെ അല്പം ശമനം വന്നപ്പോൾ ലേബർ ഗ്രൗണ്ട് എന്ന തുറസായ സ്ഥലത്ത് ശിശുക്കളെപ്പോലെ തമ്മിൽ കെട്ടിപ്പിടിച്ചു വേറിട്ടുപോയി മണ്ണിൽ തലകുത്തി മറിയുകയും ചെയ്യുന്ന ബീരാൻ എന്ന പിതാവിൻ്റെ 3 മക്കളായ കബീറിൻ്റെയും മുസാഫറിൻ്റെയും റഹീമിൻ്റെയും കഥയാണ്. രാഘവൻ എന്ന വ്യക്തി പറയുന്നതായി കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. മനുഷ്യനില്ലാത്ത ഭൂമിയെപ്പറ്റി ആലോചിച്ചിട്ട് പേടി തോന്നുന്നുവെന്നും പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹുവിന് എല്ലാ ലോകവും അവകാശപ്പെട്ടതാണെന്നും ആ സഹോദരന്മാർ രാഘവനോട് പറയുന്നു. ദൈവം സർവ്വസംഗതികളെയും സൃഷ്ടിക്കുകയും അവയ്ക്കെല്ലാം ചില വ്യവസ്ഥകൾ നിശ്ചയിച്ചിരിക്കുകയാണ്. എല്ലാം തമ്പുരാൻ്റെ കയ്യിലെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെയേ സംഭവിക്കുകയുള്ളൂ എന്നുമാണ് 60 കഴിഞ്ഞ ആ സഹോദരങ്ങളുടെ നിഗമനം. എന്നാൽ പൂർവകാലം സുന്ദരമായിരുന്നുവെന്നും പരസ്പരം വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാലമായിരുന്നുവെന്നും ഇന്ന് ആർക്കും ആരെയും വിശ്വസിക്കുവാൻ കഴിയാതെ പോയി എന്നുമുള്ള പരിദേവനം അവർ രേഖപ്പെടുത്തുകയാണ്. തങ്ങളുടെ അപ്പൻ ബീരാൻ സാഹിബും രാഘവൻ്റെ അച്ഛൻ ശേഖരേട്ടനും തമ്മിലുള്ള ബന്ധം അദ്ദേഹം നടത്തിയിരുന്ന ഒരു ചെറിയ പീടികയിൽ ചെന്നിരുന്ന് സായാഹ്നങ്ങൾ ആസ്വദിച്ചിരുന്ന സുന്ദരമായ കാലത്തെപ്പറ്റിയും ഈ കഥയിൽ പരാമർശമുണ്ട്. വായിച്ച കഥ നിങ്ങളോട് പറയുകയല്ല, മറിച്ച് ഇന്ന് നമ്മുടെ മുതിർന്ന പൗരന്മാരെയും പുരന്ത്രിമാരെയും നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്ന ദിനമായതുകൊണ്ട് ഇങ്ങനെ ഒരു കഥ അതിൻ്റെ സംഗ്രഹം പറഞ്ഞുവെന്നേ ഉള്ളൂ. കഴിഞ്ഞുപോയ കാലം സുന്ദരമായിരുന്നുവെന്ന് ഓർക്കുന്നവരും പറയുന്നവരും അത് വാനോളം പുകഴ്ത്തുന്നവരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. എന്നാൽ നാളെ നമ്മൾ കൊറോണ കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് എന്ത് പറയും? അല്ല, അങ്ങനെ ഓർക്കാൻ മനുഷ്യർ ഇവിടെ ശേഷിക്കുമോ? ലോക ജനസംഖ്യയുടെ 10% 60 വയസ്സിനും മുകളിൽ പ്രായമുള്ളവരാണ്. 2030 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ 1/3 മുതിർന്ന പൗരന്മാരോ പുരന്ത്രിമാരോ ആയിരിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2021 ഇത് ലോക ജനസംഖ്യയിൽ 16% പ്രായമുള്ളവരായിരിക്കും. എന്നാൽ 51 കണക്ക് 2051 30% ഇത് വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. വാർദ്ധക്യം എന്താണ്? ജീവശാസ്ത്രപരമായും ശരീരശാസ്ത്രപരമായും ധാരാളം നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രമുഖ ഇംഗ്ലീഷ് നോവലിസ്റ്റും കഥാകൃത്തുമായ വില്യം ഷേക്സ്പിയർ പറഞ്ഞത് ഇത് ജീവിതത്തിൻ്റെ 2ാം ശൈശവം എന്നാണ് വാർദ്ധക്യത്തെക്കുറിച്ച് പറഞ്ഞത്. വാർദ്ധക്യം തികച്ചും സാധാരണമായ ഒരു ശാരീരിക പ്രക്രിയയായിട്ടാണ് ബ്രോംലെ എന്ന് പറയുന്ന ഒരു പഠിതാവ് പറഞ്ഞു. പ്രായമാകൽ പ്രക്രിയ ശരീരഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു ക്രമവും ആ വ്യക്തിയുടെ അതിനോടുള്ള സമീപനവുമാണെന്ന് മറ്റൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിലെ രക്തധമനികൾ ചുരുങ്ങുന്നതിൻ്റെ ഫലമായി തലച്ചോറിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അത് വാർദ്ധക്യത്തിന് കാരണമായി തീരുന്നുവെന്നാണ് ഓസ്ലർ എന്ന് പറയുന്ന പഠിതാവ് പറയും. എന്നാൽ മതഗ്രന്ഥങ്ങൾ വാർദ്ധക്യത്തെ ഏറെ ആദരവോടെയാണ് സമീപിച്ചിരിക്കുന്നത്. ആർഷ സംസ്കാരം അനുസരിച്ച് മാതാവും പിതാവും ആചാര്യനുമെല്ലാം ദേവസ്ഥാനീയരാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്നാണ് തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം ഇന്നത്തെ ധ്യാനവാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത്
ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും പുഷ്ടിവയ്ക്കുന്നതും പച്ചപിടിക്കുന്നതുമായ ജീവിതാവസ്ഥയാണ് വാർദ്ധക്യമെന്ന് മറ്റുള്ള എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, ചിന്തകരിൽ നിന്നും വ്യത്യസ്തമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതും പുഷ്ടിവയ്ക്കുന്നതും പച്ചപിടിക്കുന്നതുമായ ജീവിതാവസ്ഥയാണ് വാർദ്ധക്യം. തിരക്കില്ലാത്ത കാലം, ജീവിതാനുഭവങ്ങളിലൂടെ പക്വത നേടിയ ഫലദായകത്വ കാലം എന്നൊക്കെയുള്ള പൊതുവായ വിശേഷങ്ങൾ വാർദ്ധക്യത്തിന് കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. സൈദ്ധാന്തികമായി ചിലർ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇതിലവർ 4 സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3 വളരെ പ്രസക്തമാണ്. ഒന്ന് ഡിസ്എൻഗേജ്മെൻറ്റ് തിയറി എന്ന് പറയും. എന്താണ്? പിൻവാങ്ങൽ സിദ്ധാന്തം. വാർദ്ധക്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ക്രമാനുഗതമായി പഠിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് പിൻവാങ്ങൽ സിദ്ധാന്തം എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? നമ്മൾ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്നും ക്രമേണ ഉണ്ടാകുന്ന ഒരു ശാന്തതയാണ് വാർദ്ധക്യത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നത്. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു ചിന്തകനായ ബോണിസ് ന്യൂഗാർട്ടൻ പറഞ്ഞു, വാർദ്ധക്യം ഒരു പിൻവാങ്ങലോ ഉൾവലിയലോ അല്ല, മറിച്ച് പുതുമയിലേക്ക്, പുതിയ കണ്ടെത്തലിലേക്കുള്ള ഒരു ഉന്മുഖതയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അവിടെ കൊണ്ടും തീർന്നില്ല. മൂന്നാമത് മറ്റൊരു ചിന്തകൻ പറഞ്ഞു, ഒരു ഡെവലപ്മെൻറ്റ് തിയറി അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. മനുഷ്യ ജീവിതത്തിൽ വിവിധങ്ങളായ വളർച്ചാ ഘട്ടങ്ങളുണ്ട്. ഈ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഒരാളുടെ വ്യക്തിത്വം എന്നും രൂപാന്തരം പ്രാപിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഇതിനെയാണ് വികാസ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. അങ്ങനെ 3 സിദ്ധാന്തങ്ങൾ. ചിലർ പറഞ്ഞു ഉൾവലിയല, ആക്റ്റീവായ ജീവിതത്തിൽ നിന്നും ആളുകൾ ഉൾവലിഞ്ഞ് അവരുടെ ശാരീരികമായ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ അങ്ങനെ പോകുന്നതാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു അങ്ങനെയല്ല, നമ്മളൊരു പുതിയ തലങ്ങൾ പ്രവർത്തിക്കുവാൻ കണ്ടെത്തുന്നതാണ്. മറ്റു ചിന്തകന്മാർ പറഞ്ഞത് ഇത് ഓരോ തരത്തിലും ഇത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തന പാഠത്തിൽ നാം വായിച്ചു കേട്ട പാഠത്തെ സാധൂകരിക്കുന്നതാണ് ഈ വികാസ പരിണാമ സിദ്ധാന്തം. വാർദ്ധക്യം വ്യസനഹേതുകമോ നിരാശാജനകമോ വരണ്ടതോ അല്ല, മറിച്ച് ഫലദായകത്വമാണെന്ന് ഇത് സാധൂകരിക്കുക. എങ്ങനെയാണ് അതിന് കഴിയുന്നത്? അതിൽ പ്രധാനം നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ദൈവാലയവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മതസംബന്ധിയായ പങ്കാളിത്തം എന്ന് ചുരുക്കത്തിൽ പറയാം. ഈന്തപ്പനയെയും ദേവദാരുവിനെയും ഉദാഹരിച്ചുകൊണ്ടാണ് വാർദ്ധക്യത്തെ വർണ്ണിക്കുവാൻ സങ്കീർത്തനക്കാരൻ ശ്രമിക്കുന്നത്. മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന 2 വൃക്ഷങ്ങളാണ്. ആഞ്ഞടിക്കുന്ന കാറ്റിനെയും ചുട്ടുപൊള്ളുന്ന വെയിലിനെയും അതിജീവിച്ച് ശാഖകളില്ലാതെ വളർന്നു നിൽക്കുന്ന ഈന്തപ്പന ആ പ്രദേശത്തിലെ കൽപ്പവൃക്ഷം തന്നെയാണ്. അതിൻ്റെ ഉൽപ്പന്നമായ ഈന്തപ്പഴം പോഷകാഹാര മൂല്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഈന്തപ്പഴത്തിനോട് ആളുകൾക്ക് ഇപ്പോഴും പ്രിയം. അതിന് പ്രായമേറിയാലും ഫലം സമൃദ്ധിയായി വിളയും. ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു വർഷം 3000 റാത്തൽ ഈന്തപ്പഴം വരെ ലഭിക്കുന്നുവെന്നാണ് കണക്ക്. രാജവൃക്ഷമായി കാണപ്പെടുന്ന ദേവദാരു ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും 30 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന വൃക്ഷമാണ്. ചുവപ്പും ചാരവർണ്ണവും കൂടിക്കലർന്നതാണ് ഇതിൻ്റെ കാതൽ. യെരുശലേം ദേവാലയവും ശലോമോൻ്റെ രാജകൊട്ടാരവും ദേവദാരു തടി കൊണ്ട് നിർമ്മിച്ചതാണ്. വരൾച്ചയുടെ മധ്യത്തിലും ഒരു കൽപ്പവൃക്ഷമായി സംഹാരമാരുത മധ്യത്തിൽ ചിരഞ്ജീവിയായി സർവശക്തനായി നിൽക്കുന്ന ഈന്തപ്പനയും ദേവദാരുവും ദൈവാലയ നന്മകളാൽ സമൃദ്ധമായി വളരുന്ന വയോജന ജീവിതത്തിന് സമാനമാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നും നമുക്ക് ചരിത്രത്തിൽ കണ്ണോടിച്ച് നോക്കിയാൽ പല പ്രമുഖ എഴുത്തുകാരും തങ്ങളുടെ മികച്ച കൃതികൾ രചിച്ചിട്ടുള്ളത് 80 to 90 വയസ്സിൻ്റെ ഇടയിലാണ്. വിൻസ്റ്റൺ ചർച്ചിൽ ആദ്യമായി ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ആകുന്നത് 65 വയസ്സിലാണ്. റൊണാൾഡ് റീഗൻ 69 വയസ്സിലാണ് പ്രസിഡന്റ് ആകുന്നത്. മൈക്കൽ ഏഞ്ചലോ തൻ്റെ ഏറ്റവും
മികച്ച ചിത്രം രചിച്ചത് 90കളിലാണ്. അങ്ങനെ ക്രിയാത്മക രംഗത്ത് സജീവമായി നിന്നവരൊക്കെ 60 കഴിഞ്ഞവരാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. 60 കഴിയുക എന്ന് വെച്ചാൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനുള്ള ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ വയോജനങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ദൈവാലയ സംബന്ധിയായ കാര്യങ്ങൾക്ക് കുടുംബാംഗങ്ങളെയും സഹവിശ്വാസികളെയും പ്രോത്സാഹിപ്പിക്കാം. വിശ്വാസവീരനായ ജോർജ് മുള്ളർ 90-ാം വയസ്സിലും കർമ്മനിരതനായിരുന്നു. അനേകരെ പ്രാർത്ഥനയിൽ കൂടി രക്ഷപ്പെടുത്തി. മഹാകവി ഗൈഥെ തൻ്റെ മാസ്റ്റർ പീസായ ഫോസ്റ്റ് എഴുതിയത് 80-ാം വയസ്സിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ലിൻസൺ ജോൺസൺ ഇപ്രകാരം പറഞ്ഞു: വയോജനങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവരുടെ അനുഭവ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കും. പ്രായമുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവാലയ സംബന്ധിയായ ഉപദേശങ്ങൾ നൽകാനും ഒരു തിരുത്തൽ ശക്തിയായി വർത്തിക്കുവാനും വന്യ വയോധികരുടെ സാന്നിധ്യം ഏറെ പ്രയോജനപ്പെടുമെന്ന് മറന്നുപോകരുത്. രണ്ടാമതായി വയോധികർക്ക് ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെ ഫലദായകത്വമായ ജീവിതം നടിക്കുവാൻ കഴിയും? തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഉപ്പായും വെളിച്ചമായും മുതിർന്നവരുടെ ജീവിതം ചെലവാക്കാനായിട്ട് കഴിയും. റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പറയും, റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു റീടയറിങ്ങാണ്. നമുക്കറിയാം, നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ പുതിയ ടയറിട്ട് കുറേ നാൾ സുഖമായിട്ടൊക്കെ ഓടി കുറേ കഴിയുമ്പോൾ അത് പിന്നെ തേഞ്ഞ് ഏതാണ്ട് 2 വീലറാണെങ്കിൽ അതിനകത്തുള്ള ട്യൂബൊക്കെ വെളിയിൽ വരുന്നത് വരെ നമ്മൾ ഓടിക്കും. അങ്ങനെയാണ് ഈ ചിലരൊക്കെ എത്ര തന്നെ ഉപയോഗിച്ചാലും ബ്രഷ് കളയാനായിട്ട് തോന്നില്ല. അതിൻ്റെ അവസാനം വരെ ഉപയോഗിച്ച് പിന്നെ അതിലൊന്നുമില്ലെന്ന് വരുമ്പോഴാണ് ഒരു ബ്രഷിനെ കളയുന്നത്. ഇതൊരു ജീവിത ശൈലിയാണ് മലയാളികൾ. അപ്പം അതുപോലെ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ടയർ തേങ്ങി വരുമ്പോൾ പുതിയ ടയർ വാങ്ങിക്കാൻ പറ്റിയിൽ നമ്മളതിനെ എന്ത് ചെയ്യുവാനെന്ത് കട്ടയടിക്കാൻ കൊടുക്കുമെന്ന് പറയില്ല. പിന്നും ഓടും, മൈലേജൊക്കെ കുറയുമെങ്കിലും. അപ്പോൾ ഇങ്ങനെയാണ് ജീവിതം. അപ്പോൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് ഇതുവരെയും ഓടിക്കൊണ്ടിരുന്നത് പോലെ ഒരിക്കൽ കൂടി ഒരു ചക്രം കൂടി പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ്. കർത്താവായ യേശു മോശയ്ക്ക് കൽപ്പനകളെ സ്നേഹസാരമായി സംഗ്രഹിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് 10 കൽപ്പനകൾ പറയുന്നത്. സ്നേഹത്തിന് 2 തലങ്ങളുണ്ടെന്ന് യേശു ബോധ്യപ്പെടുത്തി. ഒന്ന് ലംബമായ തലമാണ്. ലംബമായ തലം എന്ന് വെച്ചാൽ ദൈവസ്നേഹമാണ്. മറ്റൊന്ന് അത് സമാന്തര തലമാണ്, അപര സ്നേഹം. ഒരു നാണയമാകണമെങ്കിൽ അതിന് 2 തലങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നത് പോലെ സ്നേഹം യഥാർത്ഥ സ്നേഹമാകണമെങ്കിൽ അതിന് 2 തലങ്ങൾ ഉണ്ടായിരിക്കും. ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ദൈവസ്നേഹം യാഥാർത്ഥ്യമായി തീരുന്നത് നാം സഹോദരൻ്റെ കാവൽക്കാരനായി തീരുന്നതിലൂടെയാണ്. അതിന് വിരുദ്ധരായവരെ കുറിച്ച് പറയുന്നത് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനെ ദ്വേഷിക്കുകയാണെങ്കിൽ അവൻ നുണ പറയുന്നുവെന്നാണ്. തൻ്റെ സമൃദ്ധിയുടെ നടുവിൽ വീടിൻ്റെ ഉമ്മറത്ത് കിടന്നിരുന്ന പാവപ്പെട്ട ലാസറിനെ കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാത്തതും അവൻ്റെ ദീനരോധനം കാതുണ്ടായിട്ടും കേൾക്കാൻ കഴിയാത്തതുമാണ് നിത്യനരകാഗ്നിക്ക് ധനവാനെ തള്ളിവിട്ടത്. യേശു പറഞ്ഞ ഈ ഉപമയിലൂടെ വ്യക്തമാകുന്നത് നമുക്ക് ദൈവം ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം തന്നിരിക്കുന്നത് ഭുജിച്ചും പാനം ചെയ്തും സുഖിച്ചും ജീവിച്ച് തീർക്കാനല്ല, അവരനെ കരുതി അവരന് വേണ്ടി ജീവിച്ച് ജീവിതം പങ്കുവെച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ്. ജീവിതത്തിലെ ഈ സുവർണ കാലഘട്ടത്തിൽ നവസാമൂഹിക നിർമ്മിതിക്കായി നമുക്ക് അധ്വാനിക്കുവാൻ കഴിയണം. ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയല്ല, പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് ജീവിതം ഫലദായകമാക്കാൻ കഴിയും. 4 തലങ്ങളിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, സോഷ്യൽ കേസ് വർക്ക്. നമുക്ക് ആളുകളെ വ്യക്തിപരമായി സമീപിക്കാൻ കഴിയും. ചിലരൊക്കെ തലതിരിഞ്ഞ് ജീവിക്കുന്നിടത്ത് പ്രായമുള്ളവർ അവരോട് ചെന്ന് വ്യക്തിപരമായി അവരുപദേശിക്കുവാനായിട്ട് കഴിയും. അവരൊരു പക്ഷേ ലഹരിക്ക് അടിമകളായിരിക്കാം, മയക്കുമരുന്നിന് അടിമയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ ഈവിളിന് അവർ
അടിമകളായിരിക്കാം. അവരോട് ചെന്ന് ഒരു വ്യക്തിപരമായ സുവിശേഷം പോലെ അവരോട് സന്മാർഗത്തിൽ അവർ ഉപദേശിക്കുവാൻ കഴിയും. അതിനെ സോഷ്യൽ കേസ് വർക്ക് എന്നാണ് പറയുന്നത്. പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന ഒരു സംഗതിയുണ്ട്. ജോർജ് സാറിനൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയോട് ചെന്ന് നീ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ യേശുവിനെ കുറിച്ച് പറയാം. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ ലോകത്തിൽ വന്ന യേശു വ്യക്തിപരമായി പറയുകയാണ്. ഇത് സോഷ്യൽ കേസ് വർക്ക്. പ്രായമായവർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ അനുഭവത്തിൽ നിന്നും പേഴ്സൺ ടു പേഴ്സൺ ഓരോ വ്യക്തിയോടും ചെന്ന് അവരെ ഉപദേശിക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. ആദ്യത്തേത് ഒരു വ്യക്തി നേരിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിലൂടെ നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയും. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകൾ ധാരാളമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. കൂട്ടമായി 5 പേര് ചേർന്ന് 2 or 3 പേർ എവിടെ കൂടി യാചിച്ചാലും അവിടെ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നാണ്. 5 or 6 പേർ ചേർന്ന് കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയും. സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നാണ്. എന്താണ്? ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവിടെ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കുവാൻ കഴിയും. ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ ഒരു ഗ്രാമത്തെ സാക്ഷരതയിലേക്ക് നയിക്കാൻ ചെയ്തത് ഒരു സാക്ഷരതാ സ്കൂൾ തുടങ്ങി. സ്കൂളിൻ്റെ സിലബസ് പോലെയുള്ളൊരു സിലബസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താണ്? അക്ഷരം പഠിപ്പിക്കുന്നു, പുതിയ നല്ല പാട്ടുകൾ പഠിപ്പിക്കുന്നു, സന്മാർഗം ഉപദേശിക്കുന്നു, അങ്ങനെയൊക്കെ ശുചീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മുതിർന്നവർക്ക് തുടങ്ങാൻ കഴിയും. നാലാമത്തേത് സോഷ്യൽ ആക്ഷനാണ്. സമൂഹത്തെ ബാധിക്കുന്ന ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇത്യാദി പ്രശ്നങ്ങൾക്കൊക്കെ പുതിയ പദ്ധതികൾ അവരൊരു പക്ഷേ ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിച്ചിരുന്നവരായിരിക്കാം. അവരുടെ കഴിവ്, അനുഭവ സമ്പത്ത് ഇതെല്ലാം ഉണ്ടാക്കി വാർദ്ധക്യത്തിലുള്ളവർ തങ്ങളുടെ ജീവിതം ഇങ്ങനെ അസ്തമിക്കുവാൻ പോകുന്ന ഒരു സൂര്യൻ്റെ അനുഭവമാണെന്ന് ചിന്തിക്കാതെ പുതിയ തലങ്ങളിലേക്ക് വളരുവാൻ കഴിയുമെന്നാണ്. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ്? യേശുവുമായി വ്യക്തിഗതമായ ഒരു സഖിത്വം നിലനിർത്തുക. ജീവിതത്തിലെ സായാഹ്നം എന്ന് പലരും വയോധിക കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ശരിയല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സുവർണ കാലഘട്ടമാണ്. എങ്ങനെയാണ് ഇത് സുവർണ കാലഘട്ടമായി തീരുന്നത്? പിന്നിട്ട വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടും ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ തിരുത്താൻ ഒട്ടിച്ചു ചേർക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തി നമുക്ക് ജീവിക്കാൻ കഴിയും. പലപ്പോഴും ജീവിത പങ്കാളിയുടെ വേർപാട്, ഒരു നല്ല ഭവനം ചമയ്ക്കാൻ കഴിയാത്തത്, മാരകമായ രോഗങ്ങൾ, ഇവയെല്ലാം വയോധികരെ വേട്ടയാടാൻ സാധ്യതയുണ്ട്. ചിലർക്കെങ്കിലും മക്കൾ കരുതുന്നില്ല എന്ന പരാതിയും കഠിനമായ സാമ്പത്തിക ബാധ്യതകളും ഒക്കെ വന്ന് ഭവിക്കാറുണ്ട്. ഇവിടെയാണ് ഉത്തമ സഖിയായ യേശു നമുക്ക് തുണയാകും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞത് യേശു മാത്രമാണ്. യെശയ്യാപ്രവചനം 45:4 പറഞ്ഞിരിക്കുന്നത് പോലെ, നീ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കും. ഇതാണ് കർത്താവ് നൽകുന്ന സഖിത്വം. മാത്രമല്ല, സഖിയായ കർത്താവോട് ചേരാനുള്ള ഒരുക്കവും ഈ സമയത്ത് തന്നെ നാം ചെയ്യണം. എന്ന് വെച്ചാൽ ക്ഷയിച്ചു തുടങ്ങിയ ശരീരത്തിനുള്ളിലെ ആത്മാവ് ജീവദായകനായ യേശുവോട് ചേർന്ന് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഒരുക്കം ഉണ്ടാകാനുള്ള സമയം കൂടെയാണിത്. ഈ ഭൂമിയിൽ, അതായത് പഞ്ചഭൂത നിർമ്മിതമായ ഈ ഭൂമിയിൽ, പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരത്തിന് സുസ്ഥിരതയില്ലെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ ഒരു നാളിൽ നമ്മളെല്ലാവരും മരിക്കും, ഈ ശരീരം നശിക്കും. എന്നാൽ ഈ മൺകൂടാരത്തിൽ ദൈവദത്തമായ ആത്മാവുണ്ട്. ആ ആത്മാവ് നിത്യനായ യേശുവോട് ചേരാൻ അഭിലഷിക്കുന്ന ജീവിതചര്യയിലേക്ക് നാം വളരണം. അപ്പോൾ ഒരു സംശയം തോന്നാം, വാർദ്ധക്യത്തിൽ മാത്രം ഇത്തരം ചിന്തകൾ ഉണ്ടായാൽ മതിയോ? പോരാ, ഒരിക്കലും പോരാ. നാം നമ്മുടെ നിത്യഭവനത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഇവിടെ. ഓരോ നിമിഷവും അവിടെ എത്തിച്ചേരാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ
ആ നിത്യവാസത്തിനുള്ള ഒരുക്കം ചടുതിയിലാക്കാൻ വസിച്ചുകൊണ്ടിരുന്ന ഈ ഇടവും ആത്മാവിനെ സൂക്ഷിച്ചിരുന്ന ഈ കവചം അഥവാ ശരീരം ഉപേക്ഷിക്കാനുമുള്ള ഒരു തയ്യാറെടുപ്പ് നാം നിർവഹിക്കേണ്ടുന്ന സമയമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആളുകൾ മരിക്കും, അവിടെയും ഇവിടെയൊക്കെ പത്രമെടുത്ത് വെച്ച് നോക്കിയിട്ട് നിര്യാതരായ കൊള്ളത്തിൽ അവിടെ മരിക്കും, നമ്മളെന്നും ഇങ്ങനെ ചിരഞ്ജീവിയായി ഇരിക്കും എന്നാണ്. ഇല്ല, ഒരു നാളിൽ ഞാനും ഈ ഇടം വിട്ടു പോകേണ്ടി വരുമെന്ന്, നിത്യമായി ഇവിടം വിട്ടു പോകേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവെന്ന പ്രാവ് ഈ ശരീരം നശിക്കുമ്പോൾ ചിറകടിച്ച് നിത്യമായ പരമാത്മാവിലേക്ക് ലയിക്കേണ്ടുന്ന സമയം അത് ആഗതമാണെന്നും നാം മറന്നു പോകരുത്. അതിന് വേണ്ടുന്നത് ആത്മസഖിയായ യേശുവിലൂടെയുള്ള ധ്യാനവും തിരുവചന പാരായണവും ഒക്കെ തന്നെയാണ്. ഈ ഘടകങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ 1000 സൂര്യഗോളങ്ങളെക്കാൾ ശോഭിതനായ ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രഭ നമ്മിൽ ചാലിച്ചുകൊണ്ടേയിരിക്കും, നമ്മിലത് ദീപ്തമായി നിറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഒടുവിൽ നാം ആ തേജസ്സിലേക്ക് ലയിക്കും. ആ ലയനമാവണം നമ്മുടെ ലക്ഷ്യം. അത്തരമൊരനുഭവത്തിൽ നാം സർവ്വതിലും സംതൃപ്തരായിരിക്കും. രാഗാദിമോഹങ്ങളോടുകൂടെ ശരീരത്തെ ക്രൂശിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് കഴിയണം. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ലെന്നും ഭൂമിയുടെ ഭ്രമണചക്രം അനുസരിച്ച് സൂര്യൻ്റെ ദിശയ്ക്ക് മാറ്റം സംഭവിക്കുന്നതുമാണെന്നും ശാസ്ത്രലോകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉദയം മുതൽ അസ്തമനം വരെ എന്ന പ്രയോഗത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഉദയത്തിനും അസ്തമനത്തിനുമിടയിൽ കാലം കടന്നു പോകുന്നത് നാം അറിയുന്നില്ല. രാവിലെ നേരം പുലരുന്നത് മുതൽ സന്ധ്യയാവുന്നതിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നില്ല. നിലക്കണ്ണാടി നോക്കുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ വയസ്സു കൂടുന്നു എന്ന സത്യം മറന്നു പോകരുത്. ഈ ഒരു സത്യം അനുനിമിഷം നാം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവഭയമുള്ളവനായിരിക്കും, സത്കർമ്മനിരതനായിരിക്കും, എപ്പോൾ വേണമെങ്കിലും ശ്വാസം നിലച്ചേക്കാം. പിന്നെ നാം എന്തിന് അഹങ്കരിക്കണം? നീർപ്പോളയാണ് ജീവിതമെന്ന് സത്യം ഗ്രഹിച്ച് പരമമായ സത്യത്തിലേക്ക് ലയിക്കാൻ, സത്യമായ ക്രിസ്തുവിന് ശരണം പ്രാപിച്ച് ഫലമുള്ള തരുക്കളായി ദൈവം അനുവദിക്കുന്ന ആൾ വരെ ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യജീവൻ്റെ ഉറവയായ കർത്താവേ, നശ്വരമായ ഈ ലോകത്തിൽ നീർപ്പോളയ്ക്ക് തുല്യമായ ഞങ്ങളുടെ ജീവിതം അങ്ങയിൽ സമർപ്പിക്കുവാൻ, അങ്ങ് നിശ്ചയിക്കുന്ന ഇടം വരെ സഞ്ചരിച്ച് ഒടുവിൽ തവഹിതപ്രകാരം അങ്ങയോട് ചേരാനും തുണയ്ക്കണമേ. അങ്ങയിൽ നിലനിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ ജലവും വളവും നൽകണമേ. അങ്ങയുടെ തേജസ്സിനാൽ ഞങ്ങളെ പ്രശോഭിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ യാചന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസം ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ പാതിക്കപ്പെട്ട് ജനിച്ചു, കുരിശിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി സർവ്വ പിതാവായ അവിടുന്ന് ജോലിയിലും മരിച്ചു, ഞാൻ പരിമരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക സഭയിൽ പാപമോചനത്തിൽ മരിച്ചവരുടെ ജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കം. സഭാ സെക്രട്ടറി മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കും. പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്തുതിക്കുന്നപ്പ ഈ അനുഗ്രഹവും നല്ല പ്രഭാതം കർത്താവെ അങ്ങയുടെ ആലയത്തിലായിരിക്കാൻ കർത്താവെ തിരുസന്നിധിയിൽ അങ്ങ് ആരാധിപ്പ് മഹത്വപ്പെടുന്ന വലിയ കൃപയ്ക്കായി കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തുതിക്കുന്നപ്പ ഇത്രത്തോളം കർത്താവെ അടിയങ്ങളെ എല്ലാം അങ്ങ് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രമപ്പ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കർത്താവെ കൊറോണ വൈറസിന്റെ ഭീതിയിലായിരിക്കുമ്പോൾ കർത്താവെ അപ്പ അനേകം ആയിരങ്ങൾ ഈ ലോകം വിട്ടെടുക്കപ്പെട്ടപ്പോൾ അനേകായിരം കർത്താവ് ആശുപത്രിയിലായിരിക്കുമ്പോൾ കർത്താവെ തങ്ങൾക്കും ഈ രോഗം വരുമോ എന്ന ഭീതിയിൽ ആയിരിക്കുമ്പോൾ കർത്താവെ അടികൾക്കപ്പ ഇത്രത്തോളം കുടുംബമായി കർത്താവെ അങ്ങനെ ആലയത്തിൽ കടന്നു വന്ന് കർത്താവെ തിരുസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തപ്പ സ്തുതിക്കുന്നു. ഈ സഭയെ കർത്താവെ തിരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ അങ്ങയുടെ ദിവ്യസ്ഥാനം നിറഞ്ഞിരിക്കുന്ന ആലയത്തെ അങ്ങ് കർത്താവ് നിറച്ച് അനുഗ്രഹിച്ചിരിക്കുന്നതിനായി സ്തോത്രം അപ്പ സ്തുതിക്കുന്നു. ഇവിടെ വന്ന് കർത്താവ് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും അപ്പ തിരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന കൃപയ്ക്കായി കർത്താവെ സ്തോത്രം ചെയ്തപ്പ സ്തുതിക്കുന്നു. കർത്താവെ തക്ക സമയത്ത് അപ്പ അവർക്ക് അങ്ങ് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ഭീതി ഒഴിഞ്ഞപ്പ അടികൾക്കപ്പ അങ്ങനെ ആലയത്തിൽ കടന്നു വരുവാൻ കർത്താവെ അങ്ങേ ഒരുമിച്ച് ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ അപ്പ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്ത് വരുവാൻ കർത്താവ് മനസ്സുണ്ടായിട്ടും അപ്പ വരുവാൻ കഴിയാതെ കർത്താവെ ഭവനങ്ങളായിരിക്കുന്ന കർത്താവെ അടിയങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നത്തെ ഈ ഒരു ദിവസം കർത്താവെ അടിയൻ കർത്താവ് അവരുടെ ക്ഷേമത്തിനായി കർത്താവെ അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ കർത്താവെ അപ്പ വാർദ്ധക്യത്തിലായിരിക്കുന്നവർ അപ്പ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന പൂർവ്വ പിതാക്കന്മാരുടെ പ്രാർത്ഥന അതാണല്ലോ അപ്പ അടിയർക്ക് അപ്പ ഈ ആലയത്ത് വന്ന് മുഴങ്കാലം മടക്കി പ്രാർത്ഥന കൃപ അടിയർക്ക് നൽകിയതപ്പ അവർ നൽകിയ എല്ലാ നല്ല സേവനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. കണ്ണുനീരോടെ അപ്പ അവർ നൽകിയ എല്ലാ കാര്യങ്ങളും അപ്പ എൻ്റെ കൃപ കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശേഷ അപ്പ തങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയാതൊക്കെ വേണം അവർക്ക് കൊടുത്തിരുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ അപ്പ മണിക്കൂറുകളോളം കർത്താവെ മുഴങ്ങി പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവെ അപ്പ മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വാർദ്ധക്യ സഭ രോഗങ്ങളോ ഭാരങ്ങളോ ഒന്നും കർത്താവ് അലട്ടാതെ അപ്പ പുഷ്ടി വെച്ച് കർത്താവെ അപ്പ പച്ച പിടിച്ചിരിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് അടിയങ്ങൾ നടത്തുന്നുവെന്ന് പ്രത്യാശ ഇരിപ്പാൻ തക്കവണ്ണം അവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപയ്ക്കായ സ്തോത്രം. ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും തിരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധ ആവശ്യങ്ങളെ തിരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യം എന്തെന്ന് അടിയങ്ങൾ അറിയുന്നില്ല. കർത്താവെ അങ്ങ് അറിയുന്ന കൃപയ്ക്കായ സ്തോത്രം. തക്ക സമയത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ, എല്ലാം നൽകി അവരങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ ഒരു ഭവനമില്ലാതെ ഒരു തൊട്ട് ഭൂമി ഇല്ലാതെ ആയിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ടല്ലോ കർത്താവെ, അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു ഭവനം ചുമപ്പാൻ തക്കവണ്ണം കർത്താവെ അല്പം ഭൂമി വാങ്ങി ഒരു ഭവനം ചുമപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് ദാനം നൽകുന്ന ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങയെ ആരാധിപ്പാൻ അങ്ങനെക്ക് വലിയ ചെയ്ത് സാക്ഷിയുള്ള മക്കളായി ജീവിപ്പാൻ കർത്താവെ അങ്ങയുടെ വിശ്വാസ സാക്ഷികൾ നിൽപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങളുടെ കണ്ണീരുള്ള പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ വെച്ച് കേൾക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആലയത്തിലെ അപ്പ യൗവന മക്കളെ തിരുക്കണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ അനേക ആയിരം മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവെ അടിമയായി പോകുമ്പോൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ കർത്താവെ അങ്ങേ അന്വേഷിക്കുന്ന ഒരു തലമുറ കർത്താവെ ദേശത്തുണ്ടല്ലോ കർത്താവെ അവരെല്ലാം അനുഗ്രഹിക്കണമേ. അവരിലൂടെ കർത്താവെ മറ്റു കർത്താവെ അപ്പ തങ്ങൾ എല്ലാവരെയും കർത്താവെ അവരിലൂടെ തിരികെ കൂട്ടിച്ചേർപ്പാൻ തക്കവണ്ണം അവരെ അങ്ങ് പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് വേണ്ടി ഓടുവാൻ, അങ്ങേക്ക് വേണ്ടി അധ്വാനിപ്പാൻ, അങ്ങയുടെ വയൽപ്രദേശം വേല ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് വിളിച്ചു വേദനിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ശുശ്രൂഷ വേലയ്ക്ക് അധ്വാനിക്കുന്ന കർത്താവെ അപ്പ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മിഷണറിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ കാക്കണമേ, അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് ഉള്ളെങ്കിൽ താങ്ങിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയിലും കർത്താവെ ഇവിടെ നിങ്ങളുടെ സുവിശേഷങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന കർത്താവെ അങ്ങേ അറിയാത്ത ലോകത്തും കർത്താവെ അപ്പ അവർ പ്രവർത്തിപ്പാൻ കർത്താവെ അങ്ങയുടെ ദിവ്യ സ്നേഹ മക്കളെ അറിയിപ്പാനുള്ള കൃപ അവർക്ക് കൊടുത്തിരിക്കാൻ സ്തോത്രം. അവരെ കരുതി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പ ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് എന്ന മഹാമാരിയെ കർത്താവ് ദേശത്ത് ഈ ലോകത്ത് തുറച്ചു മാറ്റുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവെ മറുപടി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാർ,
നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരെയും കർത്താവെ തിരുവനന്തപുരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവെ അപ്പ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ ഇപ്പം അടികൾ കാണുന്നത്. ഇത്രത്തോളം കർത്താവെ അടിയങ്ങളെല്ലാം അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം കർത്താവെ. കർത്താവെ അപ്പ പ്രസംഗത്തിൽ അടികൾ കേട്ടതുപോലെ ഓരോ ദിവസം കഴിയുന്തോറും അടികളുടെ ആയുസ് ഒരു ദിവസം കുറയുന്നു എന്ന ചിന്തയോടെ ആയിരിക്കാൻ കർത്താവെ അങ്ങനെ ഉണർവോടെ പ്രവർത്തിപ്പാൻ, അങ്ങേക്ക് വേണ്ടി അധ്വാനിപ്പാൻ, കർത്താവ് മറ്റുള്ളവരോട് പ്രാർത്ഥിപ്പാനുള്ള കൃപ അടികൾ അങ്ങ് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മുമ്പോട്ടുള്ള ഓരോ നിമിഷവും അടിയക്കുള്ള നല്ല കർത്താവെ എല്ലാം അങ്ങ് അറിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ ക്ഷണികമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് ഇഷ്ടമുള്ള ചെയ്യുവാൻ തക്കവണ്ണം അടിയ ഹൃദയങ്ങളെ ഉണർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആലയത്തിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ശിശുക്കളെ അടുക്കൽ വിടുവൻ, അവരെ തടുക്കരുത് പഠിപ്പിക്കുന്നല്ലോ അപ്പ. അപ്രകാരം കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെയും തിരുവനന്തപുരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഏതാനും ദിവസങ്ങൾ പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വചനം പഠിച്ചു വളരുവാൻ തക്കവണ്ണം അവർക്ക് കൊടുത്തിരുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ അങ്ങയുടെ വചനമെന്ന മായമില്ലാത്ത പാൽ കർത്താവെ അത് കുടിച്ചു വളരുവാൻ കർത്താവെ അവരെ അങ്ങ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹൃദയം കേൾക്കുന്ന എല്ലാ വചനവും കർത്താവെ 30, 60, 100 മേനി വിളയുവാൻ തക്കവണ്ണം നല്ല നിലത്തിലൂടെ വിത്ത് പോലെ അത് മുളയ്ക്കുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തങ്ങൾ എവിടെ ആയിരിക്കുന്നു ഉത്തമബോധ്യരായിരിക്കാൻ കർത്താവെ അവരെ അങ്ങ് തുണയ്ക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ അച്ഛനെ ലഭിക്കുന്ന എല്ലാ നല്ല ശുശ്രൂഷക്കായ സ്തോത്രം. അടികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഓരോ ആവശ്യങ്ങളിലും അപ്പൻ്റെ കൃപ കൂടെ ഇരുന്ന് കർത്താവെ അങ്ങ് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കുടുംബമായി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടികൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകുവാൻ, നല്ല ഉപദേശങ്ങൾ നൽകുവാൻ കർത്താവെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവെ കർത്താവിലേക്ക് പറഞ്ഞു തക്കവണ്ണം പ്രിയദാസർക്ക് എല്ലാ കൃപയ്ക്കായ സ്തോത്രം. കുടുംബമായി അങ്ങ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും കർത്താവെ ഒരുപാട് പേരുടെ മുന്നിൽ കർത്താവ് അങ്ങനെ ശുശ്രൂഷക്കായി നിൽപ്പാൻ, കർത്താവ് അങ്ങനെ ശക്തിയോടെ നിൽപ്പാൻ തക്കവണ്ണം പ്രിയദാസനെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. കർത്താവെ ആലയത്തിൽ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗത്തിന്റെ പ്രയാസത്തിലായിരിക്കുന്ന സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജഡ്സാറായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആശുപത്രി ആയിരിക്കുന്ന അങ്ങനെ കൃപയ്ക്കായ സ്തോത്രം. പൂർണ്ണമായ സൗഖ്യവും വിടുതലും പ്രിയദാസനൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ രത്നമെന്ന മാതാവിനായി, മുത്തമെന്ന മാതാവിനായി കർത്താവെ അതുപോലെ ബെൽസുബായി അരിക്കായി, അതുപോലെ കർത്താവെ രോഗത്തിന്റെ ഭാരത്തിലായിരിക്കുന്ന കർത്താവ് ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുടയണമേ, അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് തന്നെ നല്ല വൈദ്യനായി ദിവ്യാഔഷധമായി കർത്താവെ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതുപോലെ ആലയത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരുപാട് കാര്യം കാര്യങ്ങൾക്ക് ഇനി ഒരുമിച്ച് ചെയ്യണമല്ലോ ഒരുമയോടെ നിൽക്കുവാൻ തക്കവണ്ണം അങ്ങ് കൃപ ചെയ്ത് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദേശത്ത് ഒരിക്കലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആലയത്തിന് ചുറ്റും താമസിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങളുടെ ഈ ആരാധന കാണുന്ന കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശമെമ്പാട് നടക്കുന്ന, ഈ ലോകമെമ്പാട് നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് എല്ലാ ആരാധനയും ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയത്ത് എല്ലാത്തിനും നല്ല മറുപടി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത ആവശ്യങ്ങൾ, അതുപോലെ വിവിധ പരീക്ഷകൾ എഴുതി കർത്താവ് റിസൾട്ടിനായി കാത്തിരിക്കുന്നവർ, കർത്താവ് PSC പരീക്ഷകൾ എഴുതി കർത്താവ് ഒരു ഗവൺമെന്റ് ജോലിക്കായി കാത്തിരിക്കുന്നവർ, കർത്താവെ അതിലൂടെ നമ്മുടെ ജീവിതത്തെ കർത്താവെ സ്വപ്നം കാണുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തക്കവണ്ണം നല്ല കർത്താവ് ഉപജീവന മാർഗം നൽകി അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അന്നന്ന് ആവശ്യം അധ്വാനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ എല്ലാ വ്യക്തികളെയും വാഹനം ഓടിച്ച് ജീവിക്കുന്നവർ, അതുപോലെ കൂലിവേല ചെയ്യുന്നവർ, ചെറിയ ബിസിനസ് ചെയ്യുന്നവർ എല്ലാവരെയും കർത്താവെ തിരികെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അധ്വാന പ്രവർത്തനങ്ങൾ അപ്പൻ്റെ കൃപ കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശുദ്ധ കർത്താവെ വാഹനം ഓടിക്കുന്ന അണിങ്ങൾ ആലയത്തിലെയും ഈ ദേശത്തെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ വീതിയിലൂടെ തങ്ങളുടെ വാഹനമായി കടന്നു പോകുമ്പോൾ അപ്പൻ്റെ കൃപയും സാന്നിധ്യവും ദൂതമായ കാവലുണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആപത്തോർത്തോ പ്രയാസങ്ങളോ ഒന്നും കടന്നു വരാതെ അവരെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടികൾക്കപ്പ ഈ ആലയത്തിൽ
ആലയത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമല്ലോ കർത്താവെ. എല്ലാത്തിലും അപ്പൻ്റെ കൃപ കൂടി ഇരിക്കണമേ. അല്ലെങ്കിൽ കർത്താവെ അപ്പ സഭയായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അപ്പൻ്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സാമ്പത്തികം അങ്ങ് തുറക്കണമേ കർത്താവെ. തരേണ്ട എല്ലാ കരങ്ങളെയും അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങൾ ആലയത്തിൽ വെക്കുന്ന ഒരു ചെറിയ നാണത്തൊട്ട് പോലും അതിൻ്റെ എത്രയോ ഇരട്ടിയായി കർത്താവ് അടിയങ്ങ് കർത്താവ് നൽകുന്നുവല്ലോ അപ്പ. ആ കൃപക്കായ സ്തോത്രം. അങ്ങ് നൽകിയ ദാനം ഒരു വിഹിതമാണല്ലോ കർത്താവെ അടിയങ്ങൾ കർത്താവെ ആലയത്തിന് പണിക്കായി നൽകുന്നത് കർത്താവെ. അതിലും അധികമായി കർത്താവെ 10 മടങ്ങ് 100 മടങ്ങ് അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപക്കായ സ്തോത്രം. തരേണ്ട എല്ലാ കരങ്ങളെയും അങ്ങ് ബലപ്പെടുത്തണമേ. ആലയത്തിന് എല്ലാ കാര്യം കൃത്യമായി ചെയ്തു തീർക്കാനുള്ള കൃപ തരണമേ. സാമ്പത്തികം എല്ലാം അങ്ങ് തുറക്കണം. അവരുടെ എല്ലാ വഴിയും വാദം തുറന്ന് അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായി സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യനാമത്തിന്റെ പിതാവേ. ഇരിക്കുക. പരസ്യമായി സഭയെ അറിയിക്കുവാനുള്ളവ അറിയിക്കട്ടെ. 2020-21 സാമ്പത്തിക വർഷത്തിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അനുബന്ധ ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നോട്ടീസ് ബോർഡിൽ നിങ്ങൾ നോക്കി പോകണമെന്ന് അറിയിക്കുന്നു. നമ്മൾ രാവിലെ പ്രതിഷ്ഠിച്ച സാനിറ്റൈസറിൻ്റെ സ്റ്റാൻഡ് വാങ്ങി നൽകിയ ശ്രീ ബിജു, ആനന്ദ്, അനന്തു, ശ്രീ റോയ്, അരുൺ എന്നിവരെ നന്ദിയോട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹായിടവകയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണല്ലോ ക്രൈസ്തവ ദീപിക. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ക്രൈസ്തവ ദീപികയുടെ ഒരു കോപ്പി നാം സ്വീകരിക്കണം. അതിൻ്റെ രസീത് നമ്മുടെ ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ സെക്രട്ടറി ശ്രീ അലക്സിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് 200 രൂപ നൽകി വാങ്ങി സ്വീകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാ മാസവും ക്രൈസ്തവ ദീപിക നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചേരും. അത് പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള ക്രമീകരണവും ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം അറിയിക്കുന്നു. മഹായിടവക സ്ത്രീജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കുടുംബവാരം സെപ്റ്റംബർ 6 മുതൽ 13 വരെ നടത്തണമെന്നാണ് അവർ അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നടത്താനുള്ള കാര്യാദികളില്ല. എന്നാൽ ഇതിനകത്തുള്ള പാഠ്യവിഷയങ്ങൾ ഓരോന്നും സ്ത്രീജന സഖ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആപ്പ് വഴി, വെർച്വൽ ആപ്പ് വഴി നമുക്ക് മനസ്സിലാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ പുസ്തകം സ്ത്രീജന സഖ്യ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നതാണ്. മഹായിടവ സ്ത്രീജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവരുന്ന മംഗല്യ 2021 ഈ വർഷവും ജനുവരി മാസം 26-ാം തീയതി, അടുത്ത വർഷം ജനുവരി 26-ന് നടത്തപ്പെടും. അതിനുള്ള ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയും നമ്മുടെ സഭ അതിന് സഹായിച്ചിട്ടുണ്ട്. രസീത് ബുക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അതും സ്ത്രീജന സഖ്യ സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നതാണ്. കുടുംബവാര സംബന്ധമായി അതിനുള്ള കവർ കളക്ഷനുണ്ട്.
ഈ കവറും നമ്മളാലാവുന്നതത്ര നൽകി ഇതിൽ നിങ്ങൾ നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. സൺഡേ സ്കൂൾ നമുക്ക് പൊതുവായി ഒരു 20 മിനിറ്റ് നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അവർ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെ ഈ ദൈവവചനവും മനസ്സിലാക്കാനുള്ള ക്രമീകരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് സൺഡേ സ്കൂൾ സെക്രട്ടറിയുമായിട്ട് ആലോചിച്ച് നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു അരമണിക്കൂർ ദൈവവചനം കിട്ടുന്ന തരത്തിലുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. ഈ മണ്ണന്തല നമ്മൾ ജംഗ്ഷൻ എത്തുന്നതിന് മുൻപ് ഇടതു ഭാഗത്ത് ഒരു ഹോമിയോ ആൻഡ് ആയുർവേദ ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, ക്ലിനിക്ക്. അത് നാലാഞ്ചിറ ഇടവക അംഗങ്ങളാണ്, നമ്മുടെ സഭയുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് ചികിത്സ തേടി അവിടെയും ഇവിടെയും പോകുന്നതിന് പകരം ഈ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട് തന്നെ 2 ഡോക്ടേഴ്സ് അവിടെ ഉണ്ട് എന്ന കാര്യം അറിയിക്കുന്നു. അവർ പ്രത്യേകം ആ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. അവർ തൊട്ട് അരികെ സെക്രട്ടറിയുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് ഭവനം പണിയുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥാപനത്തെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് 222-ാമത്തെ പാട്ട്, സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. ഈ പാട്ട് പാടുമ്പോൾ നാം സാധാരണ ചെയ്യുന്നത് പോലെ സ്തോത്ര കാഴ്ച അർപ്പിക്കാവുന്നതാണ്. സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും, എന്നേശുവേ സേവിച്ചിടും. ജീവനെ നീക്കായി ക്രൂശിൽ വച്ചു തന്നൻ, ജീവനെ നീക്കായി ക്രൂശിൽ വച്ചു തന്നൻ, ജീവനെ വീണ്ടെടുത്ത പ്രാണനാഥ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. ദേഹം ദേഹി ആത്മം ഏകമായി തന്നു നിന്നെ, ദേഹം ദേഹി ആത്മം ഏകമായി തന്നു നിന്നെ, സ്നേഹമായി സേവ ചെയ്യുവാൻ ഞാൻ നിൻ കൃപ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പാപം വെടിഞ്ഞുള്ള പാവന ജീവിതം, പാപകര ഞാൻ ചെയ്യുവാൻ സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. നിൻ കണ്ണാലെ വഴി നടത്തണം, നിൻ കണ്ണാലെ വഴി നടത്തണം, നിൻ കരത്താലെ നീ താങ്ങിയിടണം, സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. എൻ ഹൃദയമിതാ മന്നവനേശുവേ, എൻ ഹൃദയമിതാ മന്നവനേശുവേ, നിന്നവിയാ നിറയ്ക്കാം സേവയ്ക്കാം സേവിച്ചിടും നിന്നെ ഞാൻ, എന്നേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ.
ലോകം ജഡം പിശാചോടു പോർചെയ്തു ഞാൻ. ലോകം ജഡം പിശാചോടു പോർചെയ്തു ഞാൻ. ഇങ്ങോടി കീഴിൽ നിന്നു ജയം കൊള്ളും സേവിച്ചിടും നിന്നെ ഞാൻ. എന്റെ യേശുവേ സേവിച്ചിടും നിന്നെ ഞാൻ. സേവിച്ചിടും നിന്നെ ഞാൻ. അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചയെ സ്വീകരിക്കുകയും ഇതിലും ഉത്തമമായി അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നുമില്ല, എല്ലാം അങ്ങ് തരുന്ന ദാനം മാത്രമാണ് എന്ന് ഉണർന്നുകൊണ്ട് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. പ്രത്യേകം കാഴ്ചയർപ്പിച്ച് അങ്ങ് മഹത്വപ്പെടുത്തുന്നു എല്ലാവരെയും ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്നു. മാസവരി അർപ്പിച്ചിരിക്കുന്ന ശ്രീ അംബ്രോസ് ഗിരിജാഭവൻ എന്ന കുടുംബത്തെ ഓർക്കുന്നു. കുടുംബാംഗങ്ങളൊക്കെ അനുഗ്രഹിക്കണം. സഭാ സെക്രട്ടറിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ചെറുപൈതലിനെല്ലാം കാത്തുകൊള്ളണമേ. ആവശ്യമായ നന്മകൾ അങ്ങ് നൽകണമേ. പ്രിയദാസന് കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിരുന്ന ശാരീരികമായ പ്രയാസങ്ങളിൽ നിന്നൊക്കെ പ്രിയമുള്ള സെക്രട്ടറി വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ. കർത്താവെ, കലാഡീക്കൻസ് വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ ആശുപത്രി ജോലി ചെയ്യുന്നത്. അവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. രോഗങ്ങളൊന്നും വ്യാപിക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ പകരണം. പ്രിയമുള്ള ജയമാർ ഡീക്കരെയും കുടുംബത്തെയും ഓർക്കുന്നു. കർത്താവെ, മാസവരി അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ കുടുംബാംഗങ്ങൾക്കും ആവശ്യമായ നന്മയും സംരക്ഷണവും നൽകണമേ. പ്രിയമാതാവിനെ അനുഗ്രഹിക്കണം. കൃപയാൽ സൂക്ഷിക്കണമേ. ക്ഷീണങ്ങളൊന്നും വരാതെ സൂക്ഷിക്കണമേ. ഐശ്വര്യക്ക് കർത്താവെ, പ്രിയ മകൾക്ക് അവിടെ പോയി വെല്ലൂർ പോയി പഠിക്കുവാനുള്ള എല്ലാ സാധ്യതകളെയും അങ്ങ് ഒരുക്കണം. പ്രത്യേകം സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന രമ്യ അരുണിനായി, അനയ്ക്കായി അരുണിനായി സ്തോത്രം. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പൈതലിനെ അനുഗ്രഹിക്കണമേ. പാലാരിഷ്ടം മുഴുവനും കാത്തുകൊള്ളണം. പ്രിയ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. ആനന്ദിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആനന്ദക്ക് വിജയനെ അനുഗ്രഹിക്കണം. കർത്താവെ, ആനന്ദിൻ്റെ പപ്പയ്ക്കായും പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ശക്തിയും ബലവും ഒക്കെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണേ. പ്രിയ മകനെ ജോലി ചെയ്യുവാനുള്ള എല്ലാ സാധ്യതകളെയും അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രോജക്റ്റ് 2020 കാഴ്ചയർപ്പിച്ചിരിക്കുന്ന സതീഷ് NS-നായി പ്രാർത്ഥിക്കുന്നു. വിദേശത്താണല്ലോ. പ്രിയ മകനെ അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ദൈവമേ, കുടുംബജീവിതത്തിൻ്റെ ചിന്തകളിലൊക്കെ ആയിരിക്കുന്നു. നന്മകളാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ദശാംശ സ്തോത്രം അർപ്പിച്ചിരിക്കുന്ന സഭാ സെക്രട്ടറി രാജൻ ഡീക്കരെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ആറാർഭവനിലെ ഗിരിജ ദാസയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയമുള്ള ഗിരിജ ഡീക്കൻസിനെ അനുഗ്രഹിക്കണം. ശക്തിയും ബലവും ആരോഗ്യവും നൽകി അവിടുന്ന് പരിപാലിച്ചു കൊള്ളണമേ. നന്മകളാൽ നിറച്ച് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ അനുഗ്രഹിക്കണം. നന്മകളാൽ നിറയ്ക്കണമേ. ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. കർത്താവെ, ശ്രീ സജിലാൽ, ലജിയ ടീച്ചർ, റിയ എന്നിവരെ ഓർക്കും. ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളുടെ മക്കളെ അവിടുന്ന് സൂക്ഷിച്ച് പരിപാലിച്ച് നന്മകളാൽ നിറച്ച് വഴി നടത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ തൊട്ടടുത്ത് തുടങ്ങിയിരിക്കുന്ന ആയുർവേദ ഹോമിയോപ്പതി ക്ലിനിക്ക് എന്നെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ ശ്രീ ജെയിംസ് JJ ഭവനിലെ പ്രിയദാസൻ അപേക്ഷിച്ചിരിക്കുന്നു. അങ്ങ് സ്ഥാപനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവെ, അല്പം ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഡോക്ടർ ജയേഷ് അവരുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന് സൗഖ്യം കൊടുക്കണമേ. അങ്ങ് ഇതുവരെയും നൽകി വരുന്ന എല്ലാ സംരക്ഷണങ്ങൾക്കായി, സൗഖ്യത്തിനായി സ്തോത്രം. യേശു കൂടെയിരിക്കണം. ശ്രീ മുത്തമ്മ എന്ന മാതാവിനെ അനുഗ്രഹിക്കണം. കർത്താവ് ശ്വാസമുട്ടലിൻ്റെ പ്രയാസമൊക്കെ മാറ്റിക്കൊടുക്കണമേ. ബെൽസിബായി എന്ന അങ്ങയുടെ ഡീക്കനസിനായി പ്രാർത്ഥിക്കുന്നു. പ്രദാസിയെയും സൗഖ്യത്തിലേക്ക് നയിക്കണമേ. ഇതുപോലെ കർത്താവെ, പ്രത്യേകിച്ച് രോഗം പേറി നടക്കുന്ന പ്രിയമുള്ളവരുമുണ്ട്. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപയിൽ അവിടുത്തെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ലീലഭായ് എന്ന പ്രിയമുള്ള മാതാവിൻ്റെ കാലിലെ വ്രണം കർത്താവ് അത് കരിയുവാൻ ദൈവം സഹായിക്കണം. ഓരോ ദിവസവും അങ്ങ് തന്നെ അങ്ങയുടെ കരം കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇതിലും ഉത്തമമായി അങ്ങ് ആരാധിക്കുവാൻ ഞങ്ങളവിടുന്ന് ഒരുക്കണം.
എല്ലാ പാരതന്ത്ര്യങ്ങളെയും അകറ്റണമേ, രോഗാണുക്കളെ അകറ്റണമേ. ഈ ആഴ്ചയുള്ള ജീവിതം തിരുമുൻപിൽ പ്രസാദകരമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ കുടിവരവുകൾ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ മിഷൻ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കും, അനുഗ്രഹിക്കണം. ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും വയോധികരെയും അനുഗ്രഹിക്കണം. ഭവനങ്ങളിലായിരിക്കുന്നവർ കർത്താവെ, പ്രത്യേകിച്ച് ചെറു പൈതങ്ങൾ, അവരെയൊക്കെ അനുഗ്രഹിക്കണമേ. നന്മകൾ അവർക്ക് നൽകണം. ആലയത്തിൽ എല്ലാവർക്കും പ്രവേശിക്കുവാനുള്ള വഴി അങ്ങ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൃപയിൽ ഞങ്ങളെ നടത്തുകയും നയിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. വിശ്വാസ ഹൃദയത്തോടെ ആശീർവാദം സ്വീകരിക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. പരിശുദ്ധാത്മ ശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവ് പ്രിയദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.